ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ചാർജ് സ്ഫെറിക്കൽ ഷെല്ല് കൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്മോൾ ആർ എന്ന ഡിസ്റ്റൻസിലുള്ളൊരു പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്കറിയാം ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഗാഷിയൻ സർഫസ് ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കുന്ന രീതിയിലുള്ളൊരു ഗാഷിയൻ സർഫസാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അതൊരു സ്ഫിയറാണ്. അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ, പിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫിയറാണ്. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ ആ ഇൻറ്റൻസിറ്റി ആയിരിക്കെ തന്നെ അതിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ. ഫീൽഡ് ലൈൻസ് യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന, നോർമലായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അഥവാ ഫ്ലക്സ് ആണ് ഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആകെ സർഫസ് ഏരിയ 4π സ്മോൾ ആർ സ്ക്വയർ ആണ്. അത്രയും സർഫസ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ആകെ ഫ്ലക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സായ ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദിസ് ഗാഷിയൻ സർഫസ്. ബൈ ഗോസസ് ലോ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. സോ ഫൈ ഈസ് ഓൾസോ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ഈ ഷെല്ലിലെ ആകെ ചാർജാണ്. ഷെല്ലിൻ്റെ സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അതുകൊണ്ട് ക്യൂവിൻ്റെ വേറെ വാല്യൂ കൂടി നമുക്കിവിടെ എഴുതാം. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. അതാണ് ഇതിൻ്റെ സർഫസ് ഏരിയ. സോ സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ ഈക്വൽസ് 1/ε0 ഇൻറ്റു ക്യൂ. or E is equal to the intensity of electric field is given by 1/4πε0 into Q divided by R square. ഇതാണ് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R from the center of the shell and here the point P lies outside the shell. ഷെല്ലിന് വെളിയിലാണ് പിയുടെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഇതാണ് എക്സ്പ്രഷൻ. പക്ഷേ ഈ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. This is the field intensity at a point due to a point charge Q at a distance R from it. അപ്പോൾ അതുകൊണ്ട് we can see that the shell behaves as if its entire charge is concentrated at the center. സെൻറ്ററിൽ ഇരിക്കുമ്പോഴാണ് ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ ഷെല്ല് ബിഹേവ് ചെയ്യുന്നത്. അതാണ് ഈ എക്സ്പ്രഷൻ കാണിക്കുന്നത്. ഇനി നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതാം. ദാറ്റ് മീൻസ് ഇ വെക്റ്റർ ഈക്വൽസ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. വെക്റ്റർ ഫോമിൽ ഫീൽഡിൻ്റെ വാല്യൂ ഇതാണ്. ദിസ് ഈസ് റിലേഷൻ 2. ഇനി സർഫസിലാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പോയിന്റ് സർഫസിലായിരിക്കുന്നെങ്കിൽ നമുക്കറിയാം സർഫസിലാകുമ്പോൾ ആർ ബിക്കംസ് ക്യാപിറ്റൽ ആർ. സോ ഇക്വേഷൻ 1 ബിക്കംസ് E is equal to 1/4πε0 into Q divided by capital R square. In vector form, relation 2 becomes E vector equals 1/4πε0 into Q divided by R square. Unit vector small r cap തന്നെ. അതായിരിക്കും അതിൻ്റെ സർഫസിലായിരിക്കുമ്പോഴുള്ള ഫീൽഡിൻ്റെ വാല്യൂസ്. ഇനി ഇത് തന്നെ ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ റിലേഷൻ 1 എന്തായിട്ട് മാറും? റിലേഷൻ 1 ബിക്കംസ് 1/E is equal to 1/4πε0 ഇൻറ്റു Q means sigma into 4π capital R square divided by small r square. So this is equal to sigma r square divided by ε0 small r square. ഇതാണ് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ സിഗ്മയുടെ ടേംസിൽ. ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്ഫിയർ, സർഫസിലാണെങ്കിൽ എന്തായിട്ട് മാറും? ദെൻ സ്മോൾ ആർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ. Therefore this equation becomes
E is equal to sigma by epsilon 0 into capital R square by capital R square, or it is sigma by epsilon 0. അതിൻ്റെ വെക്ടർ ഫോം പറയുകയാണെങ്കിൽ E vector equals sigma by epsilon 0 into r cap. ഇതാണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഓൺ ദ ഷെൽ. ഓക്കെ, if the point B lies inside the shell, then this is shown in the figure B. B എന്ന ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. P എന്ന പോയിൻ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ P കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് വേറൊരു ചെറിയ സ്ഫിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ R എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യാപിറ്റൽ R ആണ്. ഇവിടെയാണെങ്കിൽ R ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ ക്യാപിറ്റൽ R ആകുമ്പോൾ ഈ ഒരു ഗാഷ്യൻ സർഫസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെയുള്ള ചാർജസ് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ചാർജുകൾ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ ബൈ സിമട്രി വി സി ദാറ്റ് ദ ഫീൽഡ്, ഇഫ് ദർ ഈസ് എ ഫീൽഡ്, ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഗോഷ്യൻ സർഫസ് അറ്റ് എവരി പോയിൻ്റ് ഓൺ സർഫസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലക്സ് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ദ ഫ്ലക്സ് ആസ് E ഇൻറ്റു 4πr². ഇവിടെ R എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യാപിറ്റൽ R എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫ്ലക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ദിസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഷെല്ലിനകത്തുള്ള ഈ ഗോഷ്യൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചാർജ് ഒന്നുമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു Q means equal 0 or it is equal 0. Thus we get E is equal 0. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? If the point P lies inside the shell, then the intensity of electric field at the point will be equal to 0. If it is outside the shell, then it is governed by this relation, in vector form this relation, and in terms of the surface density it is expressed as this, and on the surface it is governed by this expression. Okay. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് പ്രോബ്ലം. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ് സ്ഫിയേഴ്സ് ഹാവിംഗ് ചാർജസ് of 2 × 10⁻⁻⁷ coulomb and 3 × 10⁻⁻⁷ coulomb placed 30 cm apart in air. ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കുക. 2 ചാർജസ് തന്നിട്ടുണ്ട്, അവയ്ക്കിടയിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വച്ചിരിക്കുന്നത് എയറിലാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എഴുതാം. ദാറ്റ് മീൻസ് Q1, ഫസ്റ്റ് ചാർജ് Q1 ഈക്വൽസ് 2 × 10⁻⁻⁷ coulomb. Q2 equals 3 × 10⁻⁷ coulomb. The force between charges is given by F equals 1/4πε0 into Q1 Q2 by r². അതിൽ ഡിസ്റ്റൻസ് കൂടി നമുക്ക് എഴുതാണ്ട്. ഡിസ്റ്റൻസ് എന്താണ്? 30 സെൻറ്റിമീറ്റർ. That means R is equal to 30 centimeter. ഇത് പ്രോപ്പർ യൂണിറ്റ് അല്ല, ഇത് SI ആക്കണം. That means 30 × 10⁻² equals 0.3 or 0.3 meter. 0.3 meter is the distance. So we have the relation F is equal to 1/4πε0 into Q1 Q2 divided by r². ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 9 × 10⁻⁹. 1/4πε0 means 9 × 10⁻⁹. ദിസ് ഇൻറ്റു Q1ൻ്റെ വാല്യൂ എന്താണ്? Q1ൻ്റെ വാല്യൂ 2 × 10⁻⁻⁷. Q2ൻ്റെ വാല്യൂ 3 × 10⁻⁷ ഹോൾ ഡിവൈഡഡ് ബൈ 0.3 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 0.3 × 0.3. സിംപ്ലിഫൈ ചെയ്യുക.
So this is equal to 9 into 2 into 3 into power simplify ചെയ്യുമ്പോൾ 10 raised to minus 4 ഉണ്ട് 9 ഉണ്ട്, so minus 5 divided by ഇവിടെ 9 into 10 raised to minus 1 വരുമ്പോൾ 10 raised to minus 2. So this is equal to 6 into 10 raised to ഇത് ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ കിട്ടുന്നത് -3. ഇത്രയും ന്യൂട്ടൺസ് ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആയിരിക്കും, കാരണം ലൈക്ക് ചാർജസ് ആണ്. ദിസ് ഈസ് ദ റിസൾട്ട്. ഇനി നമുക്ക് മറ്റൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. എ സിസ്റ്റം ഹാസ് 2 ചാർജസ് QA ഈക്വൽസ് 2.5 into 10 raised to minus 7 coulomb and QB equals minus 2.5 into 10 raised to minus 7 coulomb. Located at points A, യുടെ കോർഡിനേറ്റ്സ് A ഡയമെൻഷൻ തന്നിരിക്കുകയാണ് 0 0 minus 15 centimeter and B 0 0 plus 15 centimeter respectively. What are the total charge and electric dipole moment of the system? അതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും ഒരു വിഷ്വൽ ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ A, B 2 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിലാണ് ഈ ചാർജുകൾ ഇരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചാർജും രണ്ടാമത്തെ ചാർജ് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു നെഗറ്റീവ് സൈനിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, സൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദേ ആർ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡൈപോളാണ്. ഡൈപോളിൻ്റെ കേസ് നമുക്കറിയാം -Q ആൻഡ് +Q ആണ്. സോ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ചാർജ് Q എന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു QA പ്ലസ് QB ഈക്വൽസ് Q എന്താണ്? ഇറ്റ് ഈസ് 2.5 into 10 raised to minus 7 plus minus 2.5 into 10 raised to minus 7 equals 0. 0 കൂളംബ് ആയിരിക്കും റിസൾട്ടൻ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡൈപോൾ ആയതുകൊണ്ട് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡൈപോൾ മൊമെൻറ്റ് P is given by the formula P equals Q into 2A. A എന്ന് പറയുന്നതിൻ്റെ പകുതി ലെങ്ത് ആയിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്, ഇക്വേഷൻസ് ഒക്കെ സിമ്പിൾ ആകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് എക്സ്പ്രഷൻ. ഇതാണ് P is equal to Q into 2A. ഇപ്പോൾ ഇവിടെ Q നമുക്കറിയാം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഹിയർ Q ഈസ് ഈക്വൽ ടു 2.5 into 10 raised to minus 7 കൂളം. ഇതാണ് Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 2A എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. അത് ഈ കോർഡിനേറ്റ് വെച്ച് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഇത് Z ആക്സിൽ ആണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് Z ആക്സിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഡിഫറൻസ് എടുത്താൽ മതി. സോ ഡിസ്റ്റൻസ് 2A എന്ന് പറയുന്ന ഫിഗറിൽ നിന്ന് നമുക്കറിയാൻ പറ്റും 2A ഈക്വൽസ് ലെങ്ത് ഓഫ് AB ആണ്. സോ ദാറ്റ് ഈസ് AB ഈക്വൽസ് പോസിറ്റീവായുള്ള വാല്യൂ ആദ്യം എടുക്കാം. ദാറ്റ് മീൻസ് 15 സെൻറ്റിമീറ്റർ മൈനസ് ഓഫ് -15 സെൻറ്റിമീറ്റർ ഈക്വൽസ് 30 സെൻറ്റിമീറ്റർ ഓർ ഇറ്റ് ഈസ് 0.3 മീറ്റർ. സോ 2Aയുടെ വാല്യൂ 0.3 മീറ്റർ ആണ്. അതുകൊണ്ട് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൈപോൾ മൊമെൻ്റ് ഈസ് ഗിവൺ ബൈ P ഈക്വൽസ് 2.5 Q into 2A ആണ്. 2.5 into 10 raised to minus 7 into 2Aയുടെ വാല്യൂ 0.3. സോ ദിസ് ഇൻറ്റു 0.3. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തോരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.5 into 10 raised to minus 8 എന്ന് കിട്ടും. ചാർജിൻ്റെ യൂണിറ്റ് കൂളം, പിന്നെ 2Aയുടെ യൂണിറ്റ് മീറ്റർ. സോ ഇറ്റ് വിൽ ബി കൂളം മീറ്റർ. ഇതാണ് ഡൈപോൾ മൊമെൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. 7.5 into 10 raised to minus 8 കൂളം മീറ്റർ എന്ന് കിട്ടും. ഇതിൽ സ്പേസിൽ ഈ ചാർജുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രീതി കണ്ടുപിടിക്കാൻ പറ്റി. അതല്ല, Z ആക്സിലല്ല, ജനറലായിട്ട് സ്പേസ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം 2A എന്ന് പറയുന്നതായിരിക്കും. ആ കേസിൽ 2A എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. 2A ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ്
x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. അപ്പോൾ ഇതിലുള്ളത് എല്ലാം x1 y1 z1 എന്ന് എടുക്കുകയാണെങ്കിൽ അടുത്തത് x2 y2 z2 എന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 2യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആ ജനറൽ കേസിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. An electric dipole with dipole moment 4 × 10⁻⁹ coulomb meter is aligned at 30 degree with the direction of a uniform electric field of magnitude 5 × 10⁴ Newton per coulomb. Calculate the magnitude of the torque acting on the dipole. ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം. ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ്, അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് വാല്യൂ, ഡൈപോളിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ദർ ഈസ് പി ഈക്വൽസ് എന്താണ് 4 × 10⁻⁹ കൂളം മീറ്റർ. ഇതാണ് ഡൈപോൾ മൊമെൻ്റ് വാല്യൂ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 5 × 10⁴ ന്യൂട്ടൺ പെർ കൂളം. ഇപ്പോൾ ഈ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡുമായിട്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അതുമായിട്ട് ഡൈപോള് ഇതുപോലെ വെച്ചിരിക്കുന്നു. അറ്റ് ആൻ ആംഗിൾ, എത്രയാണ് ആംഗിൾ? 30 ഡിഗ്രി. 30 ഡിഗ്രി ആംഗിളിൽ ഡൈപോൾ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഇലക്ട്രിക് ഡൈപോള് പി വെക്റ്റർ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു വിചാരിക്കുക, ഇ വെക്റ്റർ ഇങ്ങോട്ട്. അതിനിടയ്ക്കുള്ള ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നമുക്കറിയാം. ടോർക്ക് ഈസ് ഗോൺ ബൈ പി ഇ സൈൻ തീറ്റ. ടോർക്ക് ഈസ് ഗോൺ ബൈ പി ഇ സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? തീറ്റ ഈക്വൽസ് 30 ഡിഗ്രി. സോ ദിസ് ഈസ് ഈക്വൽ ടു, വാല്യൂ കൊടുക്കുക 4 × 10⁻⁹ ഇൻറ്റു 5 × 10⁴ ഇൻറ്റു sin 30. So this is equal to 4 × 5 20. So 20 × 10⁻⁵ -5 minus 9 × 10⁴ 10⁻⁵ into sin 30 means half. So this is equal to എത്ര കിട്ടുക? ക്യാൻസൽ ചെയ്യാം. സോ 10⁻⁻⁴. 10⁻⁻⁴ അത്രയും ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ടോർക്കിൻ്റെ വാല്യൂ. ഓക്കെ, നമുക്ക് ഇനിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് പ്രോബ്ലം. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E equals 3 × 10⁻³ I cap Newton per coulomb. What is the flux of this field through a square of 10 cm on a side whose plane is parallel to the YZ plane? What is the flux through the same square if the normal to its plane makes a 60 degree angle? Normal to the plane makes a 60 degree angle with the x axis. അതിൽ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു 3 × 10⁻³ I cap ന്യൂട്ടൺ പെർ കൂളം. ഇതിൽ ഐ ക്യാപ്പ് വന്നിരിക്കുന്നത് നമുക്കറിയാം. ദ നോർമൽ to the plane is parallel to the x axis. ഇവിടെ ഐ ക്യാപ്പ് വരുന്നുണ്ട്. എക്സ് ആക്സിസ് ഡയറക്ഷനാണ് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വൈ സെഡ് പ്ലെയിന് പാരലായിട്ട് ഈ പ്ലെയിൻ ഇരിക്കുമ്പോൾ ഈ നോർമൽ എന്ന് പറയുന്നത് പാരലൽ ടു ദ ഫീൽഡ് ആയിരിക്കും. സോ ഫ്ലക്സ് ത്രൂ ദ പ്ലെയിൻ ഈസ് ഗിവൺ ബൈ ഫൈ ഈക്വൽസ് ഇ വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ ജനറൽ ഫോർമുല ഈക്വൽസ് ഇ എ. കാരണം എന്താണ്? ബിക്കോസ് തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി. സോ
cos theta cos 0 equals 1. So this is equal to A equals E means 3 into 10 raised to 3 into A means area of this square. That means one side is 10 centimeter or 0.1 meter. So this into 0.1 square, because A equals A square equals 0.1 whole square. A എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ആ 10 സെൻറ്റിമീറ്റർ 0.1 മീറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ meter square per coulomb. 30 Newton meter square per coulomb. This is the flux through the square. Now second part ശ്രദ്ധിക്കുക. This is the A part. B part നോക്കുക. എന്താണ് B part? B part എടുക്കുകയാണെങ്കിൽ what is the flux through the same square if the normal to its plane makes a 60-degree angle with the x-axis? ഇത് അല്പം ചരിക്കുകയാണെങ്കിൽ നോർമൽ 60-degree ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചരിക്കുകയാണെങ്കിൽ then flux is given by phi is equal to E vector dot A vector equals EA cos theta equals E into A into cos 60. ഇതിൽ ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അത് കൊടുക്കാം 30. സോ ദിസ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു കോസ് 60 ഈക്വൽസ് 30 ഇൻറ്റു ഹാഫ്. കോസ് 60 മീൻസ് ഹാഫ് ഈക്വൽസ് 15. സോ 15 Newton meter square per coulomb. This is the flux through the square. Okay.